ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MalluWare. അപ്പോൾ ഗായ്സ്, നമുക്ക് കുറേ ദിവസമായിട്ടൊന്നും കാളിയിൽ വീഡിയോ സേവ് ചെയ്തിട്ടില്ല. അതിന് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ലാപ്ടോപ്പ് കേടായി. അപ്പോൾ അതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. സെക്കൻഡ്ലി പറയാനുള്ളത്, ഞാൻ ഇനി തൊട്ട് കാളിയിൽ ഇതിപ്പോൾ വെർച്വൽ ബോക്സിലാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. ഇതിന് മുന്നേ ലാപ്പിൽ ഫുൾ OS തന്നെ അതിന് വേണ്ടിയിട്ട് ബൂട്ട് ചെയ്തെടുക്കലായിരുന്നു. ഇതിപ്പോൾ വെർച്വൽ ബോക്സിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വെർച്വൽ ബോക്സിൽ ഞാൻ ചെയ്യാനായിട്ട് അന്നും ഇന്ന് വരെ കുറേ ട്രൈ ചെയ്തു. പിന്നെ ഫെയിലായപ്പോഴാണ് പിന്നെ ട്രൈ ചെയ്യേണ്ടിരുന്നത്. പിന്നെ ഈ അടുത്താണ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് മാക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾ പറയും, മാക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടതല്ലേ ബ്രോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് അങ്ങനത്തെ അല്ല. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മാക് അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാക് അഡ്രസ്സ് നമ്മൾ എവിടെയെങ്കിലും കോപ്പി ചെയ്തിടണം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മാക് അഡ്രസ്സ് പോവും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ മീൻസ് ടെർമിനലിൽ തന്നെയാണ്, പക്ഷേ ആപ്ലിക്കേഷൻ. ഓക്കെ, ഞാനിവിടെ ഓൾറെഡി റൂട്ട് ആക്സസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂട്ട് ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ചെയ്ത വീഡിയോ ആണ്, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ റൂട്ട് ആക്സസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് ഇതിൽ നമ്മുടെ ഡിവൈസ്, അതായത് ഇൻ്റർഫേസിൻ്റെ പേരൊക്കെ അറിയണം. പിന്നെ അതിൻ്റെ മാക് അഡ്രസ്സൊക്കെ അറിയണമെങ്കിൽ നമുക്ക് റൂട്ട് ആക്സസ് ചെയ്തേ പറ്റൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാക് അഡ്രസ്സ് ആദ്യം തന്നെ MACChanger ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാണ്. get install MACChanger. ഓക്കെ, എൻ്റർ കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ ഓൾറെഡി ദ ന്യൂവസ്റ്റ് വേർഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ജസ്റ്റ് 1 to 2 minutes മാക്സിമം എടുക്കും. പിന്നെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ചെയ്യും. ഞാനിവിടെ ഓൾറെഡി വൈഫൈ ഇൻസ്റ്റാളാണ്. ബട്ട് ഓക്കെ, ഞാൻ എൻ്റെ ഇൻ്റർഫറൻസസ് ഒക്കെ കാട്ടിയാണ്. ഇഫ് കോൺഫിഗ് അടിക്കുക. ഇവിടെ നമുക്ക് എൻ്റെ ഇൻ്റർഫേസസ് കാണാൻ പറ്റുക. എത്തോ ഉണ്ട്, ബ്ലാൻസർ ഉണ്ട്. ഞാൻ ഇന്നിവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എത്തോ ആണ്. എത്തർനെറ്റിൽ നിന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എത്തർനെറ്റ്. ഞാനിത് വെർച്വൽ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ നെറ്റ്വർക്ക് വഴി എത്തർനെറ്റായിട്ട് അന്ന് വിശ്വസിപ്പിച്ചിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നെറ്റ്വർക്കായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ വേണമെന്നാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ എത്തർനെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് MACChanger //help അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ലുക്ക്, ഫസ്റ്റ് 2 ഇവിടെ ഇപ്പോൾ -s അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് മാക് അഡ്രസ്സ് ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. ഓക്കെ, -s എന്നിട്ട് നമ്മുടെ ഏതാണോ നമ്മുടെ ഇൻ്റർഫേസ് അത് അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ H0 ആണ് കൊടുക്കുന്നത്. എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പെർമനൻറ്റ് മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള മാക് അഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്യാത്ത കാരണം ഇത് തന്നെയാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഡ്മസിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. അപ്പോൾ കുറേ പേർക്ക് ഒരു വിശ്വാസമുണ്ട്, ഈ മാക് അഡ്രസ്സ് ആർക്കും കാട്ടാൻ പാടില്ല, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാനൊക്കെ സിമ്പിളായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ബട്ട് ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാക് അഡ്രസ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ല, ഇറ്റ് ഈസ് ഓൺലി ഓഫ് ദ വൈഫൈ അഡാപ്റ്റർ. ഓക്കെ, നമ്മുടെ ഇൻ്റർഫേസിൻ്റെ മാത്രമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഹാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് 3 ഡിജിറ്റ്, അതായത് ഞാൻ സെലക്ട് ചെയ്തേക്കണ ഫസ്റ്റ് 3 ഈസ്റ്റിൻ്റെ ഇടയിലുള്ള ഡിജിറ്റ്, അത് നമ്മുടെ വെൻഡേഴ്സിൻ്റെ ആയിരിക്കും. അതായത് വെൻഡേഴ്സിൻ്റെ സൂചിപ്പിക്കാനുള്ള ഡിജിറ്റ്സാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കുറേ വെൻഡേഴ്സിൻ്റെ ലിസ്റ്റ് കാണണം എന്നാണെങ്കിൽ ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. മാക് അഡ്രസ്. ഓക്കെ, എല്ലോ കൊടുക്കുന്നുണ്ട്, എൻ്റർ കൊടുത്തു. ഓക്കെ, ദിസ് ഈസ് ഓഫ് ദ ലിസ്റ്റാണിത്, വെൻഡേഴ്സിൻ്റെ ലിസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സാംസങ് ഉണ്ട്, പിന്നെ നമുക്കറിയാവുന്ന ഡീലിങ്കിൻ്റെ ഉണ്ട്, നെറ്റ് ഗിയർ ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ കമ്പനീസിൻ്റെ ഉണ്ട്. ഓക്കെ, പിന്നെ സിസ്കോ ഉണ്ട്, നെറ്റ് ഗിയർ ഓടിൻ്റെ, സിസ്കോ, സോണി, അങ്ങനെ ഇനി മുകളിലോട്ട് കുറേ ഉണ്ട് കേട്ടോ. ഡീലിങ്ക് ഇൻ്റർനാഷണൽ ഉണ്ട്, ഹുവായിൻ്റെ ഉണ്ട്, ഹുവ ടെക്നോളജീസ്, ആപ്പിളിൻ്റെ ഉണ്ട്. ഇതൊക്കെ അപ്പോൾ ഇവരുടെ ഒക്കെ ഈ ഫസ്റ്റത്തെ 3 ഡിജിറ്റ്സ് ആണ് അവരുടെ വെൻഡേഴ്സിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആപ്പിളിനായിട്ട് ഫേക്ക് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഫസ്റ്റ് 3 ഡിജിറ്റ് വെച്ചിട്ട് ബാക്കി 3 ഡിജിറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ അടിച്ചിട്ട് നമ്മുടെ ഒരു ആപ്പിൾ ഡിവൈസിൻ്റെ മാക് അഡ്രസ് ആക്കിയിട്ട് കാട്ടിക്കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പം ഇനി ഞാൻ കാട്ടിത്തരാൻ പോകുന്നത്
ഓക്കെ, ഇനിയുള്ളത് നമുക്ക് നമ്മുടെ അതേ വെൻഡേഴ്സിൻ്റെ തന്നെ വേറൊരു മാക് അഡ്രസ്സ്, അതായത് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 3 ഡിജിറ്റ്സ് സെയിം ആയിരിക്കും, ലാസ്റ്റ് 3 ഡിജിറ്റ്സ് വേറെ ആക്കാൻ പറ്റുന്നതാണ് ഈ എ അടിച്ചു കൊടുത്താണുള്ളത്. പിന്നെ ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇനി നമുക്കൊരു റാൻഡമായിട്ടൊരു ഇതുണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ആരോ കൊടുത്തു, ഇനി നമ്മുടെ ഇൻ്റർഫേസ് കൊടുക്കും. ഓക്കെ, എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കറണ്ടായിട്ടുള്ള മാക് അഡ്രസ്സ് ഇതായിരുന്നു, ഇതാണ് എൻ്റെ പെർമനൻറ്റ് മാക് അഡ്രസ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ മാക് അഡ്രസ്സ്. അപ്പോൾ ഈ അപ്ഡേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് മാക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. മറ്റേ ഞാൻ ഇതിന് മുന്നേ കാട്ടി തന്ന ട്രിക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് ഇൻ്റർഫേസ് ഡൗൺ ആക്കണം, പിന്നെ അതിന് അപ്പാക്കണം, കുറേ വർക്കുകളുണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇതാണ് സിമ്പിൾ വേ ആണ് ഇത്. ഓക്കെ, പിന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിനെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിഫോൾട്ടായിട്ടുള്ള മാക് അഡ്രസ്സ് ആക്കാനും ഇതേ സെറ്റ് മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആക്കാനും പറ്റും. ഓക്കെ, ഇനി ഞാനിതിനെ ഞാൻ ഇതിന് മുന്നേ കാട്ടി തന്ന ട്രിക്കിൽ എന്താ പ്രശ്നം ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുന്നത്തെ മാക് അഡ്രസ്സ് എവിടെയെങ്കിലും കോപ്പി ചെയ്തിടണം, അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നമുക്ക് ഇത് ഡിഫോൾട്ടായിട്ട് പിന്നീക്ക് വരാനായിട്ട്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ പി അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഇൻ്റർഫേസ് അടിച്ചു കൊടുത്താൽ മതി. എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെർമനൻറ്റ് മാക് അഡ്രസ്സിലോട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര വയസ്സുള്ള കേസിൻ്റെ ചെറിയൊരു വീഡിയോ ആണിത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ഗൈസ്. അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, സപ്പോർട്ട് ചെയ്യുക. 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗീവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ മുന്നേ പ്ലാൻ ചെയ്തിരുന്നതാണ്, പക്ഷേ ഇതൊന്നും കൂടാണ്ടായതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമുക്ക് ഗീവ് ഒക്കെ അടിപൊളിയാക്കാം. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.